ഗുജറാത്തിലെ അഹമ്മദാബാദ് പ്രദേശത്തുള്ള ഒരു ബെച്ചാർ മ്യൂസിയത്തിലേക്കാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാചീനത ഒട്ടും കുറയാത്ത ഒരു കവാടം തന്നെയാണ് ഈ ഒരു പ്രവേശന കവാടത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. ധാരാളം പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ എനിക്ക് ചുറ്റുപാടും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളാൽ ഒരു നല്ല ഒരു കവാടം തീർത്തിരിക്കുകയാണ് ഈ ഒരു പ്രവേശന വാതിക്കൽ. അതിൻ്റെ ഒരു കുളിർമയും നന്മയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം മനോഹരമായിരിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മണ്ണുകൾ തേച്ചു പിടിപ്പിച്ച ഭിത്തികളും ചുറ്റുപാടും മണ്ണ് മെഴുകിയിരിക്കുന്ന റോഡുകളും ഒക്കെയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അതായത് പുരാതനമായ ഒരു ശൈലി ഇവിടെ കൊത്തുവച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബെച്ചാർ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. എനിക്ക് മാത്രമല്ല, ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു അനുഭവത്തിൻ്റെ കഥയായിരിക്കാം പറയുവാനുള്ളത്. ധാരാളം വിദേശികൾ പോലും ഈ ഒരു സ്ഥലം കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ള കാര്യം ഇവിടെയുള്ള സെക്യൂരിറ്റിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പ്രവേശന കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ആലേഖനങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂരയും അതിനോട് അനുബന്ധിച്ചുള്ള ഏതാനും ഭാഗങ്ങളും ഒക്കെയാണ്. ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഓഫീസും നിലകൊള്ളുന്നത്. പ്രാചീനത എടുത്തു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗുജറാത്തിലെ ഈ ഒരു മ്യൂസിയത്തിന് ഒരു രീതിയിലുമുള്ള പൗരാണികതയുടെ കുറവ് വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അതിനോട് അനുബന്ധിച്ചുള്ള സംവിധാനങ്ങളാണ് ഇതിൻ്റെ സംഘാടകർ ഈ ഭാഗത്ത് മുഴുവനും ഒരുക്കിയിരിക്കുന്നത്. പ്രാചീന കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച് വരുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഒരു പ്രദർശനം പോലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഗ്രാമീണമായ ഒരു അവസ്ഥയിൽ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഏതൊക്കെ വസ്തുക്കളാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നതിനെപ്പറ്റി നല്ല ഒരു ചിന്ത പകർന്നു നൽകുവാൻ ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രവേശന ഭാഗത്ത് തന്നെ, ഓഫീസിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ സാധ്യതമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, പൗരാണികമായ ഒത്തിരിയേറെ ചിത്രരേഖകളും എനിക്ക് ഇതിനോടൊപ്പം കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പൗരാണികത ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഈ ഒരു ബെച്ചാർ മ്യൂസിയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. 50 രൂപ നിരക്കിലാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം നമുക്ക് അനുവദിക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഗസ്റ്റുകൾക്കെല്ലാം കുടിവെള്ളം നൽകുന്ന ഒരു പതിവ് സ്വീകരിക്കാറുണ്ട്. അതും പ്രാചീനതയ്ക്ക് ഒട്ടും കുറവ് വരാത്ത രീതിയിലുള്ള പൗരാണികമായ വേഷധാരികളാണ് നമ്മെ സ്വീകരിക്കുകയും അകത്തേക്കുള്ള പ്രവേശനം നമുക്ക് അനുവദിച്ച് നൽകുകയും ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രവേശന സമയത്തിലും ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട്. ഉച്ച കഴിഞ്ഞ് 2:30 ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയോടുകൂടി ക്ലോസ് ചെയ്യുന്ന ഒരു ഓഫീസ് സംവിധാനമാണ് ഈ ഒരു മ്യൂസിയത്തിന് ഉള്ളത്. മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ വസ്തുക്കളുടെ വലിയ ഒരു പ്രദർശനം തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ്. ഞാൻ മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിലാണ് ഈ ഒരു പൗരാണികത ഒപ്പിയെടുക്കുവാൻ വേണ്ടി വിദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സായിപ്പിനെയും മാതാമിയും ഒക്കെ കണ്ടുമുട്ടുവാൻ ഇടവന്നിരിക്കുന്നത്. പിന്നീട് അവരുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിലാണ് തങ്ങൾ ജർമ്മനിയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള വസ്തുത ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പൗരാണികത ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഏറെ ഹൃദ്യമായ ഒരു സ്വാഗതമാണ് ഈ ഒരു മ്യൂസിയം നൽകുന്നത് എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആധുനിക തലമുറയെ സംബന്ധിച്ചിടത്തോളം പൗരാണിക രീതികൾ എന്തൊക്കെയായിരുന്നെന്നും പുരാതന രീതിയിൽ ജീവിക്കുന്ന ഈ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം പഴയ ആളുകളുടെ ജീവിത സംവിധാനങ്ങൾ എപ്രകാരമായിരുന്നു എന്നതിനെപ്പറ്റിയുള്ള ചിന്തയും ധാരണയും ഒക്കെ ഇല്ലാത്തവരാണ്.
ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഏതൊക്കെ വസ്തുക്കളാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു ധാരണയും നല്ല ഒരു അർത്ഥവ്യാപ്തിയും നൽകുവാൻ ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും ഉപയോഗിച്ച് വന്നിരുന്ന ഓരോ തരത്തിലുള്ള പാത്രങ്ങളുടെ വിശദമായ ഒരു വിവരണം നമുക്ക് ഈ ഒരു പ്രദർശന ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. മ്യൂസിയത്തിൻ്റെ പുറം ഭാഗത്താണ് ഇതുപോലെയുള്ള ഒരു പ്രദർശനം നടത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രദർശന വസ്തുക്കളുടെ വീഡിയോ എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിലാണ് മ്യൂസിയത്തിൻ്റെ മുൻഭാഗത്തേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഈ ഒരു പാത്രങ്ങളുടെ വിശദമായ ഒരു നിര മാത്രമല്ല നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. ഈ പാത്രങ്ങളൊക്കെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതു രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരണങ്ങളടങ്ങിയ ഒരു ഫലകം കൂടി ഈ പാത്രങ്ങളുടെ മുകൾ ഭാഗത്തെ ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പുരാതനമായ ആശയങ്ങൾ ആധുനിക തലമുറയ്ക്ക് കൈമാറുവാൻ സഹായിക്കുന്നവയാണ്. ആധുനിക ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരാതന ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നതിനെപ്പറ്റിയുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരിക്കാം. പക്ഷേ അറിഞ്ഞിരിക്കണം, നമ്മുടെ പഴമക്കാർ എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് എന്നുള്ള കാര്യം. ആധുനിക രീതിയിലുള്ള ഒത്തിരിയേറെ സംവിധാനങ്ങളുടെ കുറവുകളുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു അവർ ഇപ്രകാരം ഒരു ജീവിത രീതിയിലൂടെ കടന്നുപോയിരുന്നത് എന്നുള്ള കാര്യം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. പഴമക്കാരുടെ ഒത്തിരിയേറെ കലാവിരുതുകളും അതോടൊപ്പം തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിത മാർഗങ്ങൾ എളുപ്പമാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ പ്രദർശനവും എന്നെ ഏറെ കൗതുകം ഉണർത്തുവാൻ കാരണമായിട്ടുണ്ട്. 5-6 തലമുറയുടെ പഴമയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ ഞാൻ നടത്തിയത്. പഴമക്കാരുടെ ജീവിത ശൈലി, അവരുടെ പാരമ്പര്യം, അതിനുവേണ്ടി അവർ ഉപയോഗിച്ച് വന്നിരുന്ന വസ്തുക്കൾ, നിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നല്ല ഒരു ധാരണ ലഭിക്കുവാൻ ഈ ഒരു മ്യൂസിയത്തിനുള്ളിലെ സന്ദർശനത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതൊരാൾക്കും പഴമയിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പഴമക്കാരുടെ ജീവിത ശൈലിയിലേക്ക് ഒരു എത്തിനോട്ടം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഈ ഒരു വെച്ചാർ മ്യൂസിയം സന്ദർശിച്ചിട്ടേ കേരളത്തിലേക്ക് പോകാവൂ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ താമസിക്കുന്ന നല്ലൊരു ശതമാനം മലയാളികൾക്കും ഇങ്ങനെയൊരു മ്യൂസിയം അഹമ്മദാബാദിലുണ്ട് എന്നുള്ള കാര്യം പോലും അറിയാമോ എന്ന് എനിക്ക് സംശയമാണ്. ആധുനിക കാലഘട്ടത്തിലെ ജീവിത രീതികളിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പഴമയിലേക്കുള്ള ഒരു യാത്ര നടത്തുവാൻ മടി തോന്നിയെന്ന് വരാം. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ പൂർവികരുടെ ജീവിത ശൈലികളും പാരമ്പര്യങ്ങളുമൊക്കെ, അവർ കടന്നു വന്നിരിക്കുന്ന വഴികൾ, പിന്നിട്ട വഴികളും ഒക്കെ നിസ്സാരമായിരുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു മ്യൂസിയത്തിലെ നേർക്കാഴ്ചകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.